2025 ഒക്ടോബർ 20 ടൈംസ് ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ഇന്ത്യയുടെ ഏറ്റവും പുതിയ 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലിന്റെ വകഭേദം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും 2 വർഷത്തിനുള്ളിൽ ഈ വകഭേദം പ്രവർത്തനക്ഷമമാകും എന്നുമായിരുന്നു ഈ റിപ്പോർട്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ബ്രഹ്മോസ് ഹൈ സൂപ്പർസോണിക് ക്രൂയിസ് യൂണിവേഴ്സൽ മിസൈലിന്റെ 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദമാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മിസൈലിൽ പരിഷ്കരിച്ച റാംജെറ്റ് എഞ്ചിനും മറ്റ് നവീകരണങ്ങളും ഉണ്ടായിരിക്കും എന്നും റിപ്പോർട്ടുണ്ട്. 800 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബ്രഹ്മോസ് അതിന്റെ റാംജെറ്റ് എഞ്ചിനിലെ പരിഷ്കാരങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ വികസിപ്പിച്ചെടുത്തതാണ്. ഉയർന്ന കൃത്യത, പ്രതിരോധ ശേഷി, ജാമിങ്ങിനെതിരായ പ്രതിരോധം എന്നിവ ഉറപ്പാക്കുന്നതിന് ആന്തരിക INS അതായത് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, ബാഹ്യ ആഗോള നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റങ്ങളും സംയോജിപ്പിച്ചതിന്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിന് വേണ്ടി കുറച്ച് പരിശോധനകൾ കൂടി ആവശ്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ബ്രഹ്മോസ് മിസൈലിന്റെ പ്രാരംഭ പറക്കൽ പരിധി എന്ന് പറയുന്നത് 280 കിലോമീറ്റർ ആയിരുന്നു. ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി 290 കിലോമീറ്ററിൽ നിന്ന് 450 കിലോമീറ്ററായി വർദ്ധിപ്പിക്കുന്നതിനായി അതിന്റെ കോൺഫിഗറേഷൻ പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ 2017 മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. മിസൈലിന് ഉയർന്ന ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞതോടെയാണ് വിപുലീകൃത ദൂരപരിധി കൈവരിക്കാൻ കഴിഞ്ഞത്. നേരത്തെ ഈ ബ്രഹ്മോസിന്റെ പരിധി 300 കിലോമീറ്റർ എന്ന MTCR പരിധിയിലേക്ക് പരിമിതപ്പെടുത്തുന്നതിനായി ഉയർന്ന ദൂരപരിധി കൈവരിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ പറക്കുന്നതിന് മിസൈൽ പ്രോഗ്രാം വഴി പരിമിതപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ 2017 എയ്റോ ഇന്ത്യയുടെ വേളയിലാണ് DRDO മേധാവി ബ്രഹ്മോസിന് 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു വകഭേദം വികസിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. 2.5 വർഷത്തിനുള്ളിൽ മിസൈൽ പരീക്ഷിക്കാൻ കഴിയുമെന്നും പ്രസ്താവിച്ചു. മിസൈലിന്റെ റാംജെറ്റ് എഞ്ചിന്റെ ക്രൂയിസ് പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടും മിസൈലിന്റെ ഭാരം കുറയ്ക്കുന്നതിനുള്ള സംയുക്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇന്ധന ലോഡ് വർദ്ധിപ്പിച്ചുകൊണ്ടും 800 കിലോമീറ്റർ പരിധി കൈവരിക്കുമെന്നാണ് ഈ ബ്രഹ്മോസ് ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. അതായത് ഈ മിസൈലിന്റെ ഭാരമോ ബാഹ്യ അളവുകളോ മാറ്റുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഈ മിസൈൽ ഇതിനകം തന്നെ വളരെയധികം ഭാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ ഇത് കൂടുതൽ നേരം തൂക്കിയിടാൻ കഴിയില്ല എന്നും ഇദ്ദേഹം വിശദീകരിച്ചു. 2018 മെയ് 22 DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ധന മാനേജ്മെന്റ് സിസ്റ്റവും മറ്റു ലോഹേതര എയർഫ്രെയിം ഘടകങ്ങളും ഉപയോഗിച്ച് ബ്രഹ്മോസ് പരീക്ഷിക്കുകയും ചെയ്തു. മിസൈലിന്റെ 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദത്തിന്റെ വികസനത്തിന് ഈ ഉപസംവിധാനങ്ങൾ നിർണായകമാണ്. അങ്ങനെ 2021 ജൂലൈയിൽ MAKS 2021 എയർ ഷോയ്ക്കിടെ റഷ്യൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ സംയുക്തമായി ബ്രഹ്മോസിന്റെ 800 കിലോമീറ്റർ വകഭേദം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതിരോധ വ്യവസായത്തിലെ ഒരു സ്രോതസ് സ്ഥിരീകരിച്ചു. ഇങ്ങനെ ഈ പുതിയ ബ്രഹ്മോസ് പതിപ്പിൽ ധാരാളം പുതിയ ഇനങ്ങൾ ഉണ്ട് എന്നും ഈ സ്രോതസ് പറഞ്ഞു. പ്രത്യേകിച്ചും ഇതിലൊരു പുതിയ ബൂസ്റ്റർ ഉൾപ്പെടുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ദൂരപരിധി നിലവിലുള്ള 450 കിലോമീറ്ററിൽ നിന്ന് 800 കിലോമീറ്ററായി ഉയർത്തുന്നതിന് ബ്രഹ്മോസ് എയറോസ്പേസ് ധാരാളം ഘടകങ്ങളെ ആശ്രയിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേതാണ് കാർബൺ ഫൈബർ പോലുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ ഉപയോഗം മൂലം മിസൈലിന്റെ ഭാരം കുറയ്ക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്ന മിസൈൽ വിക്ഷേപിക്കുന്നതിനും ഉയർന്ന സൂപ്പർസോണിക് വേഗതയിലേക്ക് അതിനെ ചലിപ്പിക്കുന്നതിനും റാംജെറ്റ് എഞ്ചിൻ പ്രകാശിക്കാൻ പ്രാപ്തമാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമായ ഒരു സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് ബൂസ്റ്റർ, അതായത് ഈ ബൂസ്റ്റർ റാംജെറ്റ് പ്രകാശിക്കുന്നതിന് മുമ്പേ മിസൈലിനെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഘടകമാണ് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ഒരു റാംജെറ്റ് എഞ്ചിൻ. ഇതിൽ ആദ്യത്തേതായ കാർബൺ ഫൈബർ പോലുള്ള ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ ഉപയോഗവും അതേപോലെ തന്നെ രണ്ടാമത്തെ ഘടകമായ സോളിഡ് പ്രൊപ്പലന്റ് റോക്കറ്റ് ബൂസ്റ്റർ ഉയർത്തുന്ന വെല്ലുവിളികളെ DRDO മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഭാരം കുറയ്ക്കുന്നതിനായി DRDO ലോഹേതര എയർഫ്രെയിം ഘടകങ്ങൾ ഉപയോഗിച്ച് ബ്രഹ്മോസ് പരീക്ഷിച്ചു കഴിഞ്ഞു. ഒഡീഷ തീരത്ത് ബാലസോറിലെ കടലിൽ ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് മുതൽ പൂർണ്ണ കോൺഫിഗറേഷനിൽ വിന്യസിച്ചിരിക്കുന്ന മൊബൈൽ ഓട്ടോണോമസ് ലോഞ്ചർ ഉപയോഗിച്ച് 2017 മാർച്ച് 11 DRDO ആദ്യമായി ബ്രഹ്മോസിന്റെ തദ്ദേശീയ പതിപ്പ് പരീക്ഷിച്ചു. 2020 സെപ്റ്റംബർ 30 രാവിലെ 10:30 കരയിൽ നിന്നുള്ള ഒരു മൊബൈൽ ലോഞ്ചറിൽ നിന്ന് മിസൈലിന്റെ ER വേരിയന്റിനായുള്ള ബൂസ്റ്ററിന്റെ പരീക്ഷണവും DRDO നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇത് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മിസൈലിന്റെ ER വകഭേദമാണ് പരീക്ഷിച്ചത് എന്നാണ്. എന്നാൽ പരീക്ഷണം ഉൾക്കൊള്ളുന്ന PIB പ്രസ്താവനയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ബൂസ്റ്റർ, എയർഫ്രെയിം വിഭാഗം, മറ്റ് നിരവധി ഇന്ത്യയിൽ നിർമ്മിച്ച ഉപസംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മിസൈൽ 2020 സെപ്റ്റംബർ 30 രാവിലെ 10:30 ഒഡീഷയിലെ ബാലസോറിലെ ITR-ൽ നിന്ന് നിയുക്ത ശ്രേണിയിലേക്ക് വിജയകരമായി പറക്കൽ പരീക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തദ്ദേശീയ ഉള്ളടക്കം വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാന ചുവടുവയ്പായിരുന്നു ഇത്. ഇങ്ങനെ ഇന്നത്തെ വിജയകരമായ വിക്ഷേപണം ബ്രഹ്മോസ് ആയുധ സംവിധാനത്തിന്റെ തദ്ദേശീയ ബൂസ്റ്ററിന്റെയും മറ്റ് തദ്ദേശീയ ഘടകങ്ങളെയും
പരമ്പര നിർമ്മാണത്തിന് വഴിയൊരുക്കി എന്നും ഈ PIB പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. അടുത്തതായിരുന്നു മിസൈലിന്റെ മെച്ചപ്പെടുത്തിയ റാംജെറ്റ് എന്ന് പറയുന്നത്. റഷ്യയിലെ ഒറൻബർഗ് പ്രവിശ്യയിലെ ഒരു പ്ലാന്റിൽ നിർമ്മിച്ച ദ്രാവക ഇന്ധന റാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് ബ്രഹ്മോസ് എയറോസ്പേസ് തുടക്കത്തിൽ ഇന്ത്യയിൽ ബ്രഹ്മോസ് മിസൈലുകൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പിന്നീട് എഞ്ചിന്റെ തദ്ദേശീയ നിർമ്മാണം സുഗമമാക്കുന്നതിനായി ബ്രഹ്മോസ് എയറോസ്പേസ് ഒരു സാങ്കേതിക കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. 2021 സെപ്റ്റംബറിൽ ബ്രഹ്മോസ് എയുടെ പരീക്ഷണ വിക്ഷേപണം ബ്രഹ്മോസ് മിസൈലിന്റെ സമ്പൂർണ്ണ തദ്ദേശീയവൽക്കരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. പരീക്ഷണ വേളയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലിക്വിഡ് റാംജെറ്റ് ഉപയോഗിച്ചുള്ള മിസൈലിന്റെ ഘടനാപരമായ സമഗ്രതയും പ്രവർത്തന പ്രകടനവും തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ നിലവിൽ ബ്രഹ്മോസിൽ തദ്ദേശീയമായി നിർമ്മിച്ച ദ്രവ ഇന്ധന റാംജെറ്റ് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ഈ റാംജെറ്റ് എഞ്ചിന്റെ അവിഭാജ്യ ഘടകമായ പ്രധാന എയർഫ്രെയിം അസംബ്ലികൾ ഇന്ത്യൻ വ്യവസായം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. റാംജെറ്റ് ഇന്ധന ടാങ്ക്, ന്യൂമാറ്റിക് ഇന്ധന വിതരണ സംവിധാനം എന്നിവ ഉൾപ്പെടുന്ന മെറ്റാലിക്, നോൺ മെറ്റാലിക് എയർഫ്രെയിം വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് 2018 DRDO സ്വന്തമായി ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചു. മിസൈലുകളിലും വ്യോമ ലക്ഷ്യങ്ങളിലും സാധ്യതയുള്ള പ്രയോഗങ്ങൾക്കായി 350 mm വ്യാസമുള്ള ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റഡ് ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ DRDL വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും DRDOയുടെ 2018 വാർഷിക റിപ്പോർട്ട് പറയുന്നു. 2024 ജൂണിൽ ബ്രഹ്മോസ് എയറോസ്പേസിന്റെ CEO അതുൽ ദിനകർ റാണെ പറഞ്ഞത് റാംജെറ്റ് എഞ്ചിന്റെ വികസനം DRDOയുടെ മുൻഗണനാ താൽപര്യ മേഖലയായി തുടരുന്നു എന്നാണ്. ഇത് വളരെ നിർണായകവും സങ്കീർണവുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് വിജയകരമായി നേടിയാൽ ഒരു യൂണിറ്റിന് ബ്രഹ്മോസ് ഉൽപാദന ചെലവ് കുറയ്ക്കാൻ കഴിയും എന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത്. 2024 മെയ് 8 നൂതനമായ ഒരു വായു ശ്വസിക്കുന്ന എഞ്ചിനുള്ള ദ്രാവക റാംജെറ്റ് ഇന്ധനം വികസിപ്പിക്കുന്നതിൽ തങ്ങളുടെ ഒരു ലാബ് വിജയം കൈവരിച്ചതായും DRDO പ്രഖ്യാപിച്ചു. ഒരു നൂതന വായു ശ്വസന എഞ്ചിനായി ദ്രാവക റാംജെറ്റ് ഇന്ധനം വികസിപ്പിച്ചുകൊണ്ട് ഡിഫൻസ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോർസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു നാഴികക്കല്ലായ നേട്ടം കൈവരിച്ചു. 2024 മെയ് 8 DRDO റാംജെറ്റ് ടെസ്റ്റ് ബെഡിൽ ഈ ഇന്ധനം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മോസ് മിസൈലിലേക്ക് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയിൽ കഠിനാധ്വാനം ചെയ്ത് പ്രാവീണ്യം നേടുകയും പിന്നീട് മെച്ചപ്പെടുത്തുകയും ചെയ്ത DRDO ഇപ്പോൾ ബ്രഹ്മോസിന്റെ 800 കിലോമീറ്റർ വകഭേദം വിക്ഷേപിക്കാൻ സജ്ജമായിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. അതെ, ഇന്ത്യയുടെ ദീർഘദൂര കൃത്യത, പ്രഹരശേഷിയും വ്യോമ ആധിപത്യ ശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയും സായുധ സേനയും അടുത്ത തലമുറ ബ്രഹ്മോസ് ആസ്ട്ര മിസൈലുകൾ ഉൾപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ്. നിലവിലുള്ള മിസൈലുകളുടെ പ്രഹരശേഷി ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്ന 800 കിലോമീറ്റർ വിപുലീകൃത ശ്രേണി ബ്രഹ്മോസ് 2027 ഉൾപ്പെടുത്താൻ തയ്യാറാവുകയാണ്. അതേസമയം 200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആസ്ട്ര എയർ ടു എയർ മിസൈലുകളുടെ ഉൽപാദനം 2026-27 ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യപരിധിക്കപ്പുറമുള്ള യുദ്ധശക്തിയെ ഗണ്യമായി ഇന്ത്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നി നിയന്ത്രണ സോഫ്റ്റ്വെയറിലും ഉപയോക്ത ഇന്റർഫേസിലും കുറഞ്ഞ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിലവിലുള്ള യുദ്ധക്കപ്പൽ ലോഞ്ചറുകളിൽ 800 കിലോമീറ്റർ നീളമുള്ള പുതിയ ബ്രഹ്മോസ് സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ് നാവികസേന ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന മിസൈൽ ലോഞ്ചർ ആർക്കിടെക്ചർ അതേപടി തുടരുന്നതിനാൽ കരസേനയും നാവികസേനയും ആദ്യം 800 കിലോമീറ്റർ വേരിയന്റ് ഉൾപ്പെടുത്തും. അതേസമയം വായുവിലൂടെ വിക്ഷേപിക്കുന്ന പതിപ്പ് അല്പം കഴിഞ്ഞ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാവുകയും ചെയ്യും. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.